ബഹുമാനായ അധ്യക്ഷൻ, UDF ചെയർമാൻ, കൺവീനർ, നമ്മുടെ ഈ സ്ഥാനാർത്ഥി ഉദ്ഘാടനം ചെയ്യുന്ന മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും പാർലമെന്ററി പാർട്ടി ലീഡറും പ്രതിപക്ഷ ഉപനേതാവുമായ ബഹുമാനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട വോട്ടർമാരെ, തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഞങ്ങളോട് പറയണത്, എനിക്ക് പറയാനുള്ളത് 9 കൊല്ലം ഇവിടെ ഒരു ഭരണകക്ഷി MLA ഉണ്ടായിരുന്നു, 9 കൊല്ലം ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. എന്ത് കിട്ടി എന്നല്ലോ നിങ്ങളൊന്ന് വിലയിരുത്തണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെല്ലാരെയും വിട്ടുകാട് ഒറ്റം അവിടെ പോയി നിങ്ങളാണ്ടാക്കി വാപ്പ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിക്കാട് മക്കളെ വിട്ടു പോണ മാതിരി ഇവിടെ MLA ഉണ്ടായിരുന്നു. MLA നിങ്ങളവിടെ വിട്ടു പോയി. പിന്നെ രണ്ടാമത് എന്താ കാര്യം? നമ്മളെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ഈ നിലമ്പൂർ എന്ന് പറയുന്ന നിയോജകമണ്ഡലം പറഞ്ഞ 4 പുഴകളാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് കാണുന്ന ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് പ്രിയപ്പെട്ട ആര്യാടൻ സാറാണ്. എല്ലാ അർത്ഥത്തിലും ഈ നിലമ്പൂർ നിയോജകമണ്ഡലം നിലമ്പൂരാക്കിയത്. ഞാൻ ഇവിടെ കൈപ്പിരിക്ക് പാലം, അപ്പുറത്ത് ഇടക്കരത്ത് മൂത്തേടത്ത് പോകാനുള്ള പാലം, ഇങ്ങനെ എല്ലാ വികസനം ഉണ്ടാക്കി. ഞാൻ കഴിഞ്ഞ ഈ 2016 തെരഞ്ഞെടുപ്പിൽ എന്തുണ്ടായിന്? നിലമ്പൂര് ബൈപ്പാസ് എവിടെ എത്തി? 9 കൊല്ലം ഒരു ഗവൺമെന്റ്, 9 കൊല്ലം ഒരു ഭരണകക്ഷി MLA എന്തെങ്കിലും കിട്ടിയോ? നിലമ്പൂരിലെ UDF കാലത്ത് ഒരു ഗവൺമെന്റ് കോളേജ് ഉണ്ട്. 9 കൊല്ലം കഴിഞ്ഞിട്ട് 9 കൊല്ലമായിട്ട് ആ കോളേജിൽ ഒരു സ്ഥലം വാങ്ങാൻ കഴിഞ്ഞു. എന്റെ തൊട്ടടുത്ത നിയോജകമണ്ഡലമായ കൊണ്ടോട്ടിയില് ഗവൺമെന്റ് കോളേജ് കൊടുത്തിട്ട് നമ്മുടെ ബഹുമാനായ സുഹൃത്ത് DV ഇബ്രാഹിം MLA അവിടെ 240 കോടി രൂപയുടെ വികസനം വന്നു. എങ്ങനെ ഇവിടെ വരാവുന്നത്? ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തേണ്ടത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വഹിച്ചിരിക്കുന്ന ഷൗക്കത്തിന് അദ്ദേഹത്തിന്റെ കൈപ്പത്തിനകത്ത് വോട്ട് രേഖപ്പെടുത്തി നിങ്ങൾ വിജയിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഈ ഗവൺമെന്റ് കാലത്ത് എന്തെങ്കിലും നടന്നു? ഇന്നലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാജി പറഞ്ഞ പോലെ ഒരു വനംവകുപ്പ് മന്ത്രി ഉണ്ട്. അയാൾക്ക് എന്താ പണി? ആരെങ്കിലും മരിച്ചാൽ ഓർക്കൊട്ടി കണ്ട് ചെക്ക് കൊടുക്കുന്ന പരിപാടി, അല്ല എന്താക്കുന്ന പരിപാടി? അദ്ദേഹത്തിന് നിങ്ങൾ ആലോചിക്കുക, കടുവ വയനാട്ടില് ആളെ കടിച്ചു വന്നു. ആ കടിച്ചു വന്നതിന്റെ മന്ത്രി ഡിങ് 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 എന്നാണ് കാരണം ഡാൻസ് കളിക്കല്. ഇപ്പോൾ അവിടെ കോഴിക്കോട് നിങ്ങൾ ആലോചിച്ച് നോക്കി, അയാൾ അവിടെ പോയോ? എന്തിനാണ് ഒരു മന്ത്രി? ആ സ്ഥലം അത്തും പുത്തുണ്ടായേക്ക് അയാൾ പോയിക്കാണ്ട് ഇവിടെ ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചപ്പോ അതിന് ഗൂഢാലോചന എന്ന് പറഞ്ഞ മന്ത്രിയോടൊക്കെ എന്ത് പറയാൻ നമ്മൾ? അങ്ങനത്തെ ഒരു ഗവൺമെന്റും അങ്ങനത്തെ ഒരു മന്ത്രിമാരാണ് ഭരിക്കുന്നത്. അതിനെ ന്യായീകരിക്കാൻ ഒരു CPM ഒരു സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ അയാളിങ്ങനെ താത്വികമായിട്ട് ഇങ്ങനെ പറയാം. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കണ്ടേ. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് വന്ന നേട്ടങ്ങൾ അതുകൊണ്ട് കാണണ്ടേ. അവിടെ ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടായത് UDF ഭരണകാലത്താണ്. എന്തുണ്ടായി എന്നൊരു ജനങ്ങളോട് പറയട്ടെ. ഈ പാവപ്പെട്ടവനൊരു വീട്, ഒരു ലൈഫ്, ആ പദ്ധതി പാവപ്പെട്ടവന്റെ വീട് എന്നുള്ള സ്വപ്നം അട്ടിമറിച്ച ഒരു ഗവൺമെന്റ് അല്ലേ? 2011 മുതൽ 15 വരെ കുഞ്ഞാലി സാഹിബൊക്കെ മന്ത്രിയായിരിക്കുന്ന മുനീർ സാഹിബ് പഞ്ചായത്ത് വകുപ്പ് മന്ത്രി, ഉമ്മൻചാണ്ടി സാറ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ അന്ന് പഞ്ചായത്തുകൾക്കായിരുന്നു അധികാരം, ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കാനും ഒക്കെ അധികാരം ഉണ്ടായിരുന്നു. എത്ര 4,75,000 ആൾക്ക് 5 കൊല്ലം കൊടുത്തു. ഇപ്പൊ 9 കൊല്ലം കൊണ്ട് 4,42,000 ആൾക്ക് വീട് കൊടുത്തിട്ടുള്ളൂ. എവിടെ കൊടുത്തു? എവിടെ വീട് കൊടുത്തു? നിങ്ങൾ ആലോചിക്കും. ഒരു ഗ്രാമസഭ കൂടിക്കാണ്ട് ഐക്യകണ്ഠേന ഒരു പാവപ്പെട്ടവന് വീട് കൊടുക്കാൻ തീരുമാനിച്ചാൽ കൊടുക്കാൻ ആ പഞ്ചായത്ത് ഭരണസഭയ്ക്ക് കഴിയുമോ? കഴിയൂലല്ലോ. അപ്പൊ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട് കേൾക്കട്ടെ. എന്താ നടക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെയൊക്കെ ആന വരുന്നുണ്ട്, പന്നി വരുന്നുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇതിനെന്തെങ്കിലും ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായി? ഇവിടെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായി? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് UDF കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ നേതാക്കന്മാരുടെ തെരഞ്ഞെടുപ്പാണ്, പ്രവർത്തകന്മാരാണ്. ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തിനെ നമ്മൾ ജയിക്കണം. നിലമ്പൂരിന്റെ ഒരു മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. 969 സഖാവ് കുഞ്ഞാലിയുടെ മരണശേഷം നടന്നൊരു ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് ആദ്യമായി ഐക്യ ജനാധിപത്യത്തിലേക്ക് രൂപം കൊടുത്ത ആ ഒരു കാലഘട്ടത്തിൽ അന്ന് MP ഗംഗാധരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് അന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവിടുന്നാണ് അന്നത്തെ ഗവൺമെന്റ് താൽക്കാലികമായി ആ ഗവൺമെന്റ് അച്യുതമേനോന്റെ നേതൃത്വം ആ ഗവൺമെന്റ് പിരിച്ചുവിട്ട് 970 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പോയി 111 സീറ്റുമായി 100 സീറ്റുമായി ഐക്യ ജനാധിപത്യത്തിന് അധികാരത്തിലുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണി കിട്ടിയ ആ നേട്ടാണ്. ആ ഒരു അവസരമാണ് നിലമ്പൂർക്കാർക്ക് വന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ചില്ലറല്ല. ഇതേ ഫുട്ബോളിന് സെമിഫൈനൽസ് കണ്ടേ അത് തോറ്റാല് അതിനൊരു പരിക്കാട് പോരാ. നിലമ്പൂർക്കാരോട് 2 പ്രാവശ്യം നമ്മളെ ആൾക്കാരെ ചതിച്ച് ഇങ്ങനെയുണ്ട്. മര്യാദക്ക് നൂറ് നിന്നാല് നമുക്കത് ജയിച്ചു പോരാ. ഞാനിത് പറയുമ്പോൾ എല്ലാവരും വിചാരിച്ച എന്തിനാ മനസ്സിലാക്കാൻ പറഞ്ഞത്? ഐക്യ ജനാധിപത്യങ്ങളുടെ ഉരുക്കു കോട്ടയാണ്. ഐക്യ ജനാധിപത്യം രാഷ്ട്രീയമായി നേരിട്ടാൽ നല്ലൊരു വോട്ടിന് വിജയിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് ഈ മണ്ഡലം.
അപ്പൊ അവിടെ നമ്മുടെ നിന്നുള്ള ബോർഡിന്റെ ഒരു ചോർച്ചയിലാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നഷ്ടപ്പെടുന്നത്. യാഥാർത്ഥ്യമായിട്ടൊക്കെ നമ്മൾ പൊരുത്തപ്പെടാം. അപ്പൊ എല്ലാവരും കാരണന്മാരും ചെറുപ്പക്കാരും നേതാക്കന്മാരും ഒന്ന് ഉഷാറായിട്ട് ഇറങ്ങിയാൽ നമുക്ക് റിക്കാർഡ് വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമ്പോൾ 2026 ദിവസം കേരളത്തിലെ 139 നിയോജക മണ്ഡലങ്ങളിൽ നമ്മൾ നോക്കുക. നമ്പൂർക്കാരെ ഐക്യ ജനാധിപത്യത്തിന്റെ അധികാരത്തിൽ വരാൻ പിണറായി വിജയന്റെ സർക്കാരിന് അന്ത്യം കുറിക്കാൻ ഐക്യ ജനാധിപത്യ അധികാരത്തിനോ അതിന് തെരഞ്ഞെടുപ്പ് ജയിക്കണം. അപ്പൊ എല്ലാവരും ബാപ്പുട്ടിനെ നല്ല വോട്ട് ചെയ്യണം. പിന്നെ നോക്കി ആര്യാൻ സാറെ മാനില്ലേ, ആ കഴിവില്ലേ, നിലമ്പൂര് പഞ്ചായത്ത് പ്രസിഡന്റായി, മുനിസിപ്പൽ ചെയർമാനായി, പ്രിയപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങനെ മുനിസിപ്പൽ ചെയർമാൻ അവാർഡ് കിട്ടി, യുനെസ്കോന്റെ അവാർഡ് കിട്ടി, ഏറ്റവും നല്ല ഭരണാധികാരി എന്നുള്ള അവാർഡ് കിട്ടി. ഇതൊക്കെ കിട്ടിയില്ലേ? അപ്പൊ അങ്ങനെ ഭരണ കൈകൊണ്ടിന്റെ ഒരു സ്ഥാനാർത്ഥിയല്ലേ നമ്മൾ സ്ഥാനാർത്ഥി. അപ്പൊ ആ സ്ഥാനാർത്ഥി നിങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കണം. തെരഞ്ഞെടുപ്പാണ്, ഒരാഴ്ച ഉള്ളൂ. എല്ലാവരും അരയും നോക്കി രംഗത്തിറങ്ങണം. പ്രത്യേകിച്ച് ലീഗുകാരോട് എനിക്ക് പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിം ലീഗാണ് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്. മലപ്പുറം ജില്ലയാണ്, കുഞ്ഞാലി സാഹിബ് എല്ലാ ദിവസവും ഉണ്ട്, തങ്ങൾ മറ്റന്നാളാട് വരും. അപ്പൊ നമ്മളെ ഇതിലാണ് കോൺഗ്രസിനെക്കാളും മുൻപന്തിയിൽ ലീഗുകാരാണ് നിൽക്കേണ്ടത്. എന്നിട്ട് അതിന് റെക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ട് പാർട്ടിന്റെയും മുന്നണിയുടെയും അന്തസ്സും യശസ്സും ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ്.